ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ടൊക്കെ ഏറ്റവും അവസാനമായിട്ട് വഴക്കുണ്ടാക്കിയത് എപ്പോഴാന്ന് വല്ലതും ഓർക്കുന്നുണ്ടോ? ഓർത്താൽ ചിലപ്പോൾ സങ്കടമൊക്കെ വരുന്ന ഒരു കാര്യമാണ്. നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരോടൊക്കെ വഴക്കുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ വഴക്കൊന്നും ഇല്ലെങ്കിൽ പിന്നെ ആ കൂട്ടുകെട്ടിനൊക്കെ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്നൊക്കെയാണ് ചിലരൊക്കെ പറയുക. പക്ഷേ ചില സമയത്തൊക്കെ മിക്കവാറും നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളായിരിക്കാം, ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, നമ്മുടെ സൗഹൃദങ്ങളായിരിക്കാം. ചില പിണക്കങ്ങളൊക്കെ വരാറുണ്ട്. ചിലപ്പോൾ നമ്മൾ പറഞ്ഞ ചില കാര്യം തെറ്റിദ്ധരിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ നമ്മളെ മനസ്സിലാവാഞ്ഞിട്ടൊക്കെ ആയിരിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ദേഷ്യമുള്ളത് കൊണ്ട് തന്നെ നമ്മളോട് വഴക്കുണ്ടാക്കി പിണങ്ങി മാറി നിൽക്കുന്നവരുണ്ടാകാം. പക്ഷേ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇപ്പം എനിക്ക് നിങ്ങളോട് പിണങ്ങാം, നിങ്ങൾക്ക് എന്നോട് പിണങ്ങാം, നമുക്ക് നമ്മുടെ സൗഹൃദങ്ങളോടൊക്കെ പിണക്കമൊക്കെ വന്നേക്കാം. പക്ഷെ അതിനകത്തൊരു തേർഡ് പേഴ്സൺ ഇൻവോൾവ് ആണോ എന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇന്നത് നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ചിലപ്പോൾ അങ്ങനെ ഒരു പിണക്കം അവിടെ നിൽക്കുന്നതുകൊണ്ട് ചിലപ്പം ഒരു സങ്കടത്തിൽ കിടക്കുന്നവരുണ്ടാകാം. നിങ്ങളൊന്ന് വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങൾ തമ്മിലുള്ള പിണക്കം നമുക്ക് നമ്മുടെ ബന്ധുക്കളോടായിരിക്കാം, കൂട്ടുകാരോടൊക്കെ ആയിരിക്കാം. എന്തേലുമൊക്കെ ഒരു ആശയക്കുഴപ്പം ഉണ്ടെങ്കിൽ അതിന് കാരണം പുറത്തുനിന്ന് വന്ന വേറൊരാളാണോ എന്നൊന്ന് ചിന്തിക്കണം. കാരണം നമ്മൾ ഇങ്ങനെ ഒരു കാര്യം കേട്ടു. ഇപ്പൊ നമ്മളോട് വന്ന എടാ 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 നിന്നെക്കുറിച്ച് ഇങ്ങനെ അയാൾ പറഞ്ഞല്ലോ, എന്നാ അതിന്റെ സംഭവം? നല്ല സുഹൃത്താണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യം നേരെ പോയി ചോദിക്കുക. എടാ നീ ഇങ്ങനെ പറഞ്ഞോ, ഇല്ല എടി നീ ഇങ്ങനെ പറഞ്ഞോ? അപ്പൊ നമുക്കത് ചോദിക്കുന്നതിന് ഒരു വിഷമം വേണ്ട. അയാൾ എന്നാ സങ്കടം തോന്നുവോ, ഞാൻ അങ്ങനെ നേരിട്ട് ചോദിച്ചാൽ എന്തെങ്കിലും വിഷമം തോന്നുവോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നേരിട്ട് ചോദിച്ചിട്ട് ഒരു വിഷമം തോന്നുന്നതാണ് നിങ്ങൾ മിണ്ടാതിരുന്നിട്ട് പിന്നീട് പിണക്കം കൂടുന്നതിനേക്കാളും ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളോട് വന്ന് പറയാണ്, നിന്നെക്കുറിച്ച് ഇങ്ങനെ അവൻ പറഞ്ഞല്ലോ, അവൾ പറഞ്ഞല്ലോ. ഏറ്റവും നല്ല കാര്യം എന്താണെന്നറിയോ? നിങ്ങളുടെ ആ സുഹൃത്തിനോട് നിങ്ങൾ നേരിട്ട് പോയി ചോദിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നേരിട്ട് പോയി ചോദിക്കാൻ നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ അത് അത്ര നല്ല സൗഹൃദമൊന്നും അല്ലായിരുന്നു എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ തെളിവാണ്. വചനത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നിങ്ങളോട് ഈ ഒരു കാര്യം പറഞ്ഞത്. ചിലപ്പോൾ നമ്മൾ ആരോടും പിണങ്ങാതെ നല്ല സൗഹൃദത്തിൽ സ്നേഹത്തിലൊക്കെ കഴിയുന്നുണ്ടാകാം. പക്ഷേ ഇൻ കേസ് നിങ്ങൾ രണ്ടുപേർക്കിടയിൽ എന്തെങ്കിലുമൊക്കെ ഒരു പിണക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഈവൻ അത് നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലായിരിക്കാം, ഏറ്റവും അടുത്ത സൗഹൃദങ്ങളായിരിക്കാം, ഒരു പ്രണയത്തിലായിരിക്കാം, എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നേരിട്ടൊന്ന് പോയി ചോദിക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 19-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാം വാക്യം, സിറാക്ക് 19:13 വചനം എങ്ങനെയാണ്? കേട്ട കാര്യം സ്നേഹിതനോട് നേരിട്ട് ചോദിക്കുക, അവനത് ചെയ്തിട്ടില്ലായിരിക്കാം, ചെയ്താൽ തന്നെ മേലിൽ അങ്ങനെ ചെയ്യാതിരിക്കട്ടെ. ഇത് വായിക്കുമ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെ അതിൻ്റെ മനസ്സിലാക്കണം. കേട്ട കാര്യം, അതായത് നമ്മളെ ഒരു ഗോസിപ്പായിരിക്കാം, ഒരു ആരോപണമായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ഇവനത് ചെയ്തോ ഇവളത് ചെയ്തോ നമുക്കറിയില്ല, നല്ല സുഹൃത്തല്ലേ, ഒന്ന് പോയി ചോദിക്കുന്നില്ല, എന്താ തെറ്റ്? ഇങ്ങനെ ഒരു കാര്യം കേട്ടല്ലോ, അങ്ങനെ നമ്മൾ ചോദിച്ചതിൻ്റെ പേരിൽ അയാൾ പിണങ്ങത്തില്ല. പിണങ്ങിയാൽ അത് നല്ല സൗഹൃദം ആയിരുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. കേട്ട കാര്യം സ്നേഹിതനോട് നേരിട്ട് ചോദിക്കുക, അവനത് ചെയ്തിട്ടില്ലായിരിക്കാം, ചെയ്താൽ തന്നെ മേലിൽ അങ്ങനെ ചെയ്യാതിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമ്മുടെ ബന്ധങ്ങളിലൊക്കെ ഒരു നല്ല റൂളായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി ചില സമയങ്ങളിലൊക്കെ ഇങ്ങനെ സംഭവിച്ചേക്കാം, ചിലർ അറിഞ്ഞുകൊണ്ട് നമ്മളിന്ന് മാറി നിന്നേക്കാം. പിണക്കമായിരിക്കില്ല, ചിലപ്പോൾ പല കാരണങ്ങളായിരിക്കും. എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു പേഴ്സണൽ സജഷനാണ്, അത്ര വലിയ സൗഹൃദത്തിൽ, അത്ര വലിയ പ്രണയബന്ധങ്ങളിലൊക്കെ നിങ്ങളുടെ കൂടെ നിന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം ഒരു കാരണം പോലും പറയാതെ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ, നിങ്ങൾ ചിലപ്പോൾ ഒരു കാരണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കാം, ഇല്ലെങ്കിൽ ഒരു എക്സ്ക്യൂസിന് വേണ്ടിയോ, ഇല്ലെങ്കിൽ എന്നോടൊരു റീസണെങ്കിലും പറ, എന്തിനാ എന്നോട് മിണ്ടാത്തെ, എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്തേ, എന്നാ ഇപ്പോൾ പഴയ പോലെ ഒരു സ്നേഹമോ വിളിയോ മെസ്സേജുകൾക്ക് റിപ്ലൈയോ ഒന്നും ഇല്ലാത്ത എന്താ എന്നൊക്കെ ചോദിച്ച് അതിനൊരു ഉത്തരം കിട്ടാൻ വേണ്ടി ചിലപ്പോൾ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നുണ്ടാകാം. മുമ്പേ പറഞ്ഞ പോലെ ഒരു കുറ്റാരോപണമോ ഒരു ഗോസിപ്പോ ഒരു പിണക്കോ ഒന്നും ആയിരിക്കില്ല. ചിലപ്പോൾ അത്ര വലിയ സ്നേഹബന്ധത്തിൽ നിന്നവരായിരിക്കാം, ഇപ്പം മിണ്ടുന്നുണ്ടാവില്ല, അകന്ന് നിൽക്കുകയായിരിക്കാം, മൈൻഡ് പോലും ചെയ്യുന്നുണ്ടാവില്ല. എനിക്ക് തോന്നുന്ന ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, എത്രമാത്രം ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബെറ്റർ ഡോണ്ട് ഗോ ആൻഡ് ആസ്ക്. പോയി ചോദിക്കേണ്ടെന്നാണ് അച്ഛൻ്റെ സജഷൻ. അത്ര നിങ്ങളെ ഇഷ്ടമായിരുന്നെങ്കിൽ, ആ സ്നേഹത്തെ അത്രമാത്രം വിലമതിച്ചിരുന്നെങ്കിൽ അവരങ്ങനെ ഒരു കാരണവും പറയാണ്ട് പോവേണ്ടതില്ലല്ലോ. ഇനി ചിലപ്പം നിങ്ങളുടെ ഒരു തെറ്റ് കാരണമാണ് അയാൾ മാറി നിൽക്കുന്നതെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യം പോയി ഒന്ന് ക്ഷമ ചോദിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈശോ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ, ഇങ്ങനെ ഒരു സൗഹൃദത്തെ സ്നേഹത്തെ ഈശോ മാനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സോറി, ആ ക്ഷമ അയാൾ അക്സെപ്റ്റ് ചെയ്യും. ചിലപ്പോൾ ആ പിണക്കം കുറച്ച് ദിവസം കൂടെയൊക്കെ നിന്നേക്കാം. സ്നേഹമാണല്ലോ അതിനെക്കാട്ടും വലുത്. എല്ലാം റിപ്പയർ ചെയ്യാൻ പറ്റുന്ന ബന്ധങ്ങളൊക്കെ നമുക്കുള്ളൂ. വീണുപോയ ബന്ധങ്ങളൊക്കെ നമുക്ക് റിപ്പയർ ചെയ്യാം. ഇനി അതല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് അയാൾ ഒരു കാരണം നിങ്ങളോട് പറയണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, അതിനുവേണ്ടിയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അയാൾ ചിലപ്പോൾ നിങ്ങളോട് കാരണം പറഞ്ഞേക്കാം. എന്തിനാ മാറി നിന്നതെന്നോ, എന്തിനാ പിണങ്ങിയെന്നോ, എന്തുകൊണ്ടാണ് ഇപ്പോൾ പഴയ പോലെ ആ സ്നേഹം ഇല്ലാത്തതെന്നോ ഒക്കെയുള്ള കാരണം നിങ്ങളോട് പറഞ്ഞേക്കാം. പക്ഷേ നിങ്ങൾക്ക് എന്ത് ഉറപ്പുണ്ട് അതാണ് സത്യമെന്ന്? ഈ ഒരു കാരണമാണ് അയാൾ പറയുന്ന, ആ കാരണം തന്നെയാണ് അതിന് സത്യമെന്ന് എന്തോ എത്ര ഉറപ്പ്? നിങ്ങളെ ചിലപ്പോൾ തൽക്കാലത്തേക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ ഒരു റീസൺ പറയുന്നതാണെങ്കിലോ,
ബെറ്റർ. വീണ്ടും അച്ഛൻ്റെ പേഴ്സണൽ സജഷനാണ്, ഒരു കാരണവും പറയാൻ നിൽക്കേണ്ട, ചോദിക്കാൻ നിൽക്കേണ്ട. അയാൾ മാറി നിന്നോ. ട്രൈ ടു അക്സെപ്റ്റ് ഇറ്റ്. എളുപ്പമല്ലെന്നറിയാം. അതൊന്ന് അംഗീകരിച്ച് ഒന്ന് മാറി നിൽക്കുക. നിനക്ക് നിന്നെ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കാൻ, നിനക്ക് നിന്നെ കുറച്ചും കൂടെ ഒന്ന് കെയർ ചെയ്യാൻ, സ്നേഹിക്കാനുള്ളൊരു സമയമായിട്ട് ഇതിനെ കാണുക. നിൻ്റെ വാല്യൂ തിരിച്ചറിഞ്ഞ്, നിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ്, നിൻ്റെ ഹൃദയം തിരിച്ചറിഞ്ഞ് അയാൾ തിരിച്ചു വരട്ടെ. അതല്ലേ നല്ലത്. അതാണ് നല്ലതെന്ന് തോന്നുന്നു. വെറുതെ വിഷമിച്ചിരിക്കേണ്ട ഇന്ന് രാത്രിയിൽ ശാന്തമായിട്ട് കിടന്നുറങ്ങുക. അടുത്തൊരു സൗഹൃദമോ അടുത്തൊരു പ്രണയമോ അടുത്തൊരു അത്ര സ്നേഹബന്ധമോ ഒക്കെ നഷ്ടപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ കാരണമൊന്നും അന്വേഷിച്ച് പോകണ്ടോ. ഈശോയുടെ അടുത്തേക്കൊന്ന് അടുക്കാൻ, ഈശോയുടെ അടുത്ത് പോയി ഒന്ന് കരയാൻ, ഈശോ എനിക്കിങ്ങനൊരു സ്നേഹം നഷ്ടപ്പെട്ടു പോയി, താങ്ങാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞൊന്ന് നെഞ്ചടിച്ച് കരയാൻ, ഈശോയുടെ അടുത്തേക്കൊക്കെ പോയിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു സമയമായിട്ട് ഇതിനെ കാണാൻ. നിനക്ക് നിന്നെ കെയർ ചെയ്യാനും നിന്നെ സ്നേഹിക്കാനും നിന്നെ കുറച്ചുകൂടെ ശ്രദ്ധിക്കാനുള്ള സമയമാണ്. പക്ഷേ ചില തെറ്റിദ്ധാരണകൾ മൂലമാണിത് വന്നെങ്കിൽ, ഒരു തേർഡ് പേഴ്സൺ കാരണമാണിത് വന്നതെങ്കിൽ, കേട്ടത് ശരിയാണോ അല്ലയോ എന്നറിയാൻ ഒന്ന് പോയി ചോദിക്കുന്നത് നല്ലതാണ്. അറിയാൻ പറ്റട്ടെ. അറിയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റട്ടെ. ബന്ധങ്ങളൊന്നും വഷളാവാതിരിക്കട്ടെ. കൂടുതൽ സ്നേഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. രാത്രി സമാധാനമായിട്ട് കടന്നുറങ്ങുക. ചിലപ്പോൾ ഇത് കേട്ടിട്ട് നിങ്ങളുടെ സമാധാനം പോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, എത്രയോ 1000 പേര് ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഒരാൾക്ക് ഇതൊരു ആശ്വാസമായാൽ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആർക്കെങ്കിലുമൊക്കെ ഇത് ആവശ്യമായിരിക്കും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക, അയച്ചു കൊടുക്കുക. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സമാധാനമാവുക, നല്ല ശാന്തമാവുക. നല്ല സൗഹൃദങ്ങൾ, സ്നേഹങ്ങൾ, ബന്ധങ്ങൾ നിങ്ങൾക്കുണ്ടാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.